റഫീഖ, ഈ വീട് ആരതാ? നമ്മളെ വീട്. അപ്പൊ ഈ വീട്ടിൽ ഉത്തരവാദിത്തം ആർക്കാ? ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടാക്കും. എല്ലാ കാര്യത്തിലും നമുക്ക് രണ്ടാൾക്കും തുല്യ ഉത്തരവാദിത്വം അല്ലേ? ഏത് കാര്യത്തിലായാലും. അതെ, ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യം മുതൽ എല്ലാ കാര്യത്തിലും നമുക്ക് രണ്ടാൾക്കും ഒരേ ഉത്തരവാദിത്വം. അതെന്താ അങ്ങനെ ചോദിക്കാൻ? അതൊന്നും അവിടെ കാണുന്നു. അത് ചൂലല്ലേ? ആ ചൂലെന്നെ. നിങ്ങൾ പോയിട്ട് അതൊന്നും ഇങ്ങ് എടുത്തിട്ട് വരാ. എന്തിനാ ഇപ്പൊ ചൂല്? നിങ്ങളിങ്ങ് എടുക്ക. താഴെ നോക്കിയേ, അതങ്ങ് അടിച്ചു വാരി കളഞ്ഞേക്ക്. ഇതെല്ലാം എനിക്ക് ചെയ്തൂടെ? ഇതെല്ലാം ഞാൻ തന്നെയല്ലേ എപ്പം ചെയ്യല്. പക്ഷെ ഇത് ഞാൻ ചെയ്യൂല. 5 മിനിറ്റ് മുമ്പാ ഞാനിവിടെ മൊത്തം അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയി. അതല്ല 1 മിനിറ്റ് കൊണ്ട് നിങ്ങളിങ്ങനെ വൃത്തിയേടാക്കിയില്ലേ? ഈ വീട്ടിൽ എന്തെല്ലാം ജോലിയുണ്ട്, എല്ലാം ഞാൻ ഒറ്റക്കല്ലേ ചെയ്യുന്നത്. അടിക്കല്, തുടക്കല്, ഭക്ഷണം ആക്കല്, കുട്ടികളെ നോക്കല്, അങ്ങനെ എല്ലാം ഞാൻ തന്നെയല്ലേ ചെയ്യുന്നത്. നമുക്ക് രണ്ടാൾക്കും ഈ വീട്ടിൽ തുല്യ ഉത്തരവാദിത്വമല്ലേ? നിങ്ങളെല്ലാം വൃത്തിയേടാക്കിയിടും, ഞാൻ അതെല്ലാം വൃത്തിയാക്കണം. ചോദിക്കുമ്പോൾ ഇതെല്ലാം നീയല്ലേ ചെയ്യേണ്ടതെന്ന് പറയും. നിങ്ങൾ പുറത്തുനിന്ന് വന്നാൽ പാൻറ് ഒരു ഭാഗത്തേക്ക് കഴിച്ചിടും, ഷർട്ട് വേറൊരു ഭാഗത്ത്, ഷോക്സ് വലിച്ചെറിയും, തിന്ന പ്ലേറ്റ് വരെ ടേബിൾ മേൽ ഇട്ടിട്ട് പോകും. ഇതാ ഇപ്പോൾ കടല തിന്നിട്ട് നിലത്തല്ലേ തേച്ച് തോലിട്ടിട്ടുള്ള. നമ്മളെല്ലാം വൃത്തിയാക്കി ഇടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ വിഷമം തിരിയാതെ. ഏത് വീട്ടിൽ നോക്കിയാലും ഉള്ളതാ. ആണുങ്ങളെല്ലാം വൃത്തിയേടാക്കിയിടാനും പെണ്ണുങ്ങൾ അത് വൃത്തിയാക്കാനും നടക്കണം. നിങ്ങളിപ്പോൾ വൃത്തിയേടാക്കിയ സ്ഥലം നിങ്ങൾ തന്നെ വൃത്തിയായിക്കോ. വീട് നിങ്ങളെയും കൂടിയല്ലേ, ഉത്തരവാദിത്വം നിങ്ങൾക്കും കൂടി ഉള്ളതാ.